ചിറ്റടി മേത്തൽ എന്ന് പറയുന്നത് മഹാനവറുകളുടെ മഖാമാണ്, അവരുടെ ചില്ലയാണ്, അവരുടെ വാസസ്ഥലമാണ്. അവിടുന്ന് വഫാത്തായതിനു ശേഷം കോഴിക്കോട്ട് നിന്ന് വരുന്നത് മർക്കസിൻ്റെ വാഹനത്തിലാണ്. ചിറ്റടി മേത്തലേക്ക് ആ സമയമായപ്പോഴേക്ക് റോഡ് ശരിയാവുകയാണ്. ഭ്രാന്ത് വന്ന് മരിച്ചുപോയ മനുഷ്യനെ കുറിച്ച് ഇത്രത്തോളം പുകഴ്ത്തി പറഞ്ഞൊരു സമുദായം വേറെ ഉണ്ടാവില്ല എന്നുള്ളതാ. ഇപ്പോ ചിറ്റടി മീറ്റലിലേക്ക് റോഡ് വന്നു എന്നാ പറഞ്ഞ, ഉണ്ടായി എന്നാ പറഞ്ഞ. എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നില്ല കേട്ടോ, ചിലപ്പോലെ കറാമത്തോണ്ട് ഉണ്ടായതേ കാര്യം. എന്തായാലും മുസ്ലിയാർ ബാക്കി കൂടി പറയട്ടെ. ഇതുവരെ റോഡുണ്ടായിരുന്നില്ല. റോഡൊക്കെ തയ്യാർ ചെയ്ത് വെക്കാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരും. വരുന്നത് മരിച്ചു കണ്ടാവുന്ന മൂപ്പരും കരുതിയിട്ടുണ്ടാവില്ല എന്ന് പറയാ. അങ്ങനെ അവിടത്തേക്ക് വരികയും ആ വീട്ടിൻ്റെ വരാന്തയിലേക്ക് അവിടുത്തെ ഷറഫാക്കപ്പെട്ട ജസദ് എടുത്തു വെക്കുകയും എന്നിട്ട് എന്താ സംഭവിച്ചത്? അതിനുശേഷം അവിടുത്തെ പിതാവിൻ്റെ കാൽപാദത്തിൽ അന്തിയുറങ്ങുകയും ചെയ്ത മഹാനവറുകൾ. ആലം വഇസുസാഹിദീന മിൻ മശാരിഖിൽ അർദി ഇലാ മഗാരിബിഹ. ശൈഖ് മടവൂർ പറയണത് അറബിയിലാണെങ്കിലും എന്തോന്നാണ് വ്യക്തമാക്കിയിട്ട് അക്ഷരങ്ങളൊക്കെ പുറത്തേക്ക് കൊടുത്തിട്ട് പറഞ്ഞ എന്താ എന്തായാലും നിങ്ങൾ പറയണമെന്നാണേ കാരം. ഖദ്ദസുല്ലാഹു സിർറഹു. അവരുടെ ചരിത്രം സമൂഹത്തിൽ പറയപ്പെടേണ്ട ഒരു കാലമാണിത്. അത് ശരിയാണ്. കുരുവട്ടൂരികൾ എന്തായാലും പറച്ചിൽ നിർത്തിക്കണം. നിങ്ങളത് പറഞ്ഞോളി, ഏതായാലും പറഞ്ഞാൽ മത്സരിച്ചോളി. വല്ലാത്തൊരു മനുഷ്യൻ. ആ മനുഷ്യനെ കബറ് കിടക്കാൻ തൊഴിലും കൊടുക്കൂലല്ലോ. അവരെ കാണാത്ത, അവരെ അറിയാത്ത ഒരാൾ പോലും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ എന്താ അങ്ങനെ വരാൻ കാരണം? ഇപ്പോൾ ജനിച്ചു വളർന്ന പുതിയ തലമുറ അവരെ നേരിട്ട് അനുഭവിച്ചിട്ടില്ലാത്തവരാണ്. അപ്പം നിങ്ങളൊക്കെ വലിയ വ്യക്തിത്വം തന്നെ കാര്യം. അതൊക്കെ നേരിട്ട് അനുഭവിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ച ആളല്ലേ? തീർച്ചയായും അവർ വായിക്കുകയും കേൾക്കുകയും അറിയുകയും ചെയ്യണം. അതെ, നിങ്ങളെ സാമ്പത്തിക ഭദ്രത നടപ്പിലാക്കണമെങ്കിൽ അതൊക്കെ നടക്കണം. വായിക്കുകയും എഴുതുകയും ഒക്കെ വേണം. എന്നാലും നിങ്ങൾക്ക് 10 രൂപ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതും കൂടിയാണ് പറഞ്ഞോളി. സമീപകാലത്തൊന്നും നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത, അവരുടെ ശേഷം ഇനി ആര് എന്ന് ചോദിച്ച് അന്വേഷിച്ച് നടക്കുന്ന, അവർക്ക് മുമ്പും അവരോടടുത്ത കാലത്തൊന്നും ഈ നാട്ടിൽ അങ്ങനെ ഇല്ലാതിരുന്ന മഹത്തായൊരു വ്യക്തിത്വമാണ് മഹാനവറുകളുടേത്. നിങ്ങൾ അങ്ങനെ പറഞ്ഞു നിർത്തല്ലേ. അള്ളാന്റെ റസൂലിനും കൂടി ഇല്ലാത്ത കഴിവുണ്ട് എന്ന് നിങ്ങൾ പറയണം. അപ്പോഴേ അത് പരിപൂർണമാവുള്ളൂ. അവിടുത്തെ തറവാട് ഭവനമായ ചിറ്റടി മേത്തൽ, അവിടുന്ന് വഫാത്തായതിനു ശേഷം കോഴിക്കോട്ട് നിന്ന് വരുന്നത് മർക്കസിൻ്റെ വാഹനത്തിലാണ്. പടച്ചോനെ, അങ്ങനെ ഒരു വണ്ടിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ആ വണ്ടിക്ക് വല്ലാത്തൊരു കുതിരത്തേക്കാണ് കേട്ടോ. ആ വണ്ടിങ്ങൾ ഇനി പുറത്തിറക്കാതെ വല്ല ഷോക്കേസിലും കയറ്റിയേക്കാൻ നോക്കി. കാരണം അവസാന സമയത്ത് മടവൂരിനെ കൊടുന്ന വണ്ടിയാണത്. ആ വണ്ടിനെ നിങ്ങളൊന്ന് ബഹുമാനിക്കണം കേട്ടോ. ചിറ്റടി മേത്തലേക്ക് ആ സമയമായപ്പോഴേക്ക് റോഡ് ശരിയാവുകയാണ്. അതുവരെ റോഡുണ്ടായിരുന്നില്ല. റോഡൊക്കെ തയ്യാർ ചെയ്ത് വെക്കാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരും. അങ്ങനെ അവിടത്തേക്ക് വരികയും ആ വീട്ടിൻ്റെ വരാന്തയിലേക്ക് അവിടുത്തെ ഷറഫാക്കപ്പെട്ട ജസദ് എടുത്തു വെക്കുകയും അതിനുശേഷം അവിടുത്തെ പിതാവിൻ്റെ കാൽപാദത്തിൽ അന്തിയുറങ്ങുകയും ചെയ്ത മഹാനവറുകൾ. അപ്പോൾ ആ വീട് മഖാമാണ്. അപ്പോൾ ആ വീട് മക്കാമാണ്. അപ്പോൾ മൂപ്പര് അന്തി ഉറങ്ങുന്നത് എവിടെയാണാവോ അല്ലേ? വീട് മക്കാമാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഖബർസ്ഥാനം എവിടെയാണാവോ? അതെന്തേക്കാരം? അതും മക്കാം തന്നെ ആവോ? മഖാം എന്ന് പറയുന്നത് ഖബറിടത്തിനും മക്ബറയ്ക്കും ചിലയിടങ്ങളിൽ മഖാം എന്ന് പ്രയോഗിക്കാറുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ സൗകര്യത്തിനനുസരിച്ചൊക്കെ പ്രയോഗിക്കാൻ പറ്റുന്ന മനുഷ്യന്മാരാണ് നിങ്ങൾ. അള്ളാന്റെ റസൂലിന്റെ മുടി എന്നും പറഞ്ഞാണ്ട് ഒരു മനുഷ്യനോളം നീളമുള്ള മുടി കൊടുന്ന് വെച്ച മനുഷ്യന്മാരാണ് നിങ്ങൾ. അള്ളാന്റെ റസൂലിന്റെ മുടിന്റെ വലിപ്പം വരെ, എന്ത് ആ മുടി എത്ര എണ്ണം വരെ ഉണ്ട് എന്നുള്ളത് വരെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ റസൂലിന്റെ മുടിയാണെന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യനോളം വലിപ്പമുള്ള മുടിയും കൊണ്ട് നടന്ന മനുഷ്യന്മാർക്ക് ഇനി എന്തൊക്കെ പറയാൻ പറ്റും? അതൊക്കെ നിങ്ങൾക്ക് പറയാം.
കാരണം എന്താ പറയുക, നിങ്ങൾക്ക് ലൈസൻസ് ഉള്ള മനുഷ്യന്മാരാണ്, സർട്ടിഫിക്കറ്റ് ഉള്ള മനുഷ്യന്മാരാ. മഹാന്മാർ ഇരുന്ന സ്ഥലം, അവർ ഇബാദത്ത് ചെയ്ത സ്ഥലം, അവർ താമസിച്ച സ്ഥലം, അതിന് മഖാം എന്ന് പ്രയോഗിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സൗദി അറേബ്യയിലൊന്നുമേ മക്കാമുകളെ കൊണ്ട് കണ്ണ് കാണൂല. കാരണം എന്താ വെച്ചാല് അവിടെ ആകെ മഹാന്മാർ ഇരുന്ന് പോയതാണ്. ഇരുന്നിട്ടായിട്ടും കടന്നിട്ടായിട്ടും നിസ്കരിച്ചിട്ടായിട്ടും അവിടെ ഉള്ള ഏകദേശം സ്ഥലത്തൊക്കെ ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ മക്കത്ത് മദീനത്തിലും ഉണ്ടാവും. ഇവിടൊക്കെ പാടെ ആകെ മക്കാമാണെന്നുണ്ടെങ്കിൽ ഇത് പണ്ടിന്റെ മൂത്താപ്പ പറഞ്ഞ മാതിരി മലക്കാളെ കൊണ്ട് കണ്ണ് കാണില്ല പറഞ്ഞ മാതിരി അവിടെ ആകെ മക്കാമോട് കണ്ണ് കാണൂല. പിന്നെ മനുഷ്യന്മാർക്ക് നടക്കാൻ കൂടിയും പറ്റൂല. ജോർദാനിലെ സെയ്തൂൻ ഹില്ലിൽ ചെന്നാൽ അവിടെ പാലസ്തീനിലെ ജബൽ സെയ്തൂനിൽ സൽമാൻ അൽ ഫാരിസി തങ്ങളുടെ മഖാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാം. ഈജിപ്തിൽ ദുന്നൂൻ അൽ മിസ്രി റളിയല്ലാഹു അൻഹുയുടെയും റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹയുടെയും മഖാമുകൾ കാണാം. അങ്ങനെ അവിടെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടിടത്തും മൂന്നിടത്തായിട്ട് ഒരാളെ മക്കാമ് കാണുന്നുണ്ടെങ്കിൽ അവിടെ ഏപ്പിക്കാർ പോയിനോ എന്ന് ചോദിച്ചാൽ മതി, വേറെ ഒന്നും നോക്കാല്ല. ഏതായാലും ഈ ജാതി മനുഷ്യന്മാരൊക്കെയാണ് ദീൻ പറയണമെന്നുണ്ടെങ്കിൽ ദീനിന്റെ അവസ്ഥ കട്ട പോകന്നെ കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടവര് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.